എനിക്കറിയാം അഭിമാനത്തിന് എത്രമാത്രം വില കൊടുക്കുന്നു എന്നുള്ളവർക്ക് മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ. ആ ആളുടെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചെന്ന് ഞാൻ പറയും. ഓൾ മീഡിയാസ് ചോറ് തിന്നിട്ട് കോമൺ സെൻസ് യൂസ് ചെയ്യാൻ പറ്റാത്ത കുറെ മലയാളികൾ. ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ കൊടുക്കുന്ന തംബ്നെയിൽ അല്ലെങ്കിൽ ആ വീഡിയോയുടെ ഒരു ഭാഗം മാത്രമല്ല സ്റ്റോറി, കമന്റ് ഇട്ടവരെല്ലാം ഇതിന് ഉത്തരവാദികളാണ്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്പനയിലെ കണ്ട പോലെ ദീപക് എന്ന് പറയുന്ന ഒരു പാവ മനുഷ്യന്റെ മരണം തങ്ങളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് തങ്ങൾക്കുണ്ടായ ചീത്തപ്പേര്, സമൂഹ മാധ്യമങ്ങളിൽ തങ്ങൾക്കുണ്ടായ ചീത്തപ്പേര് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് അവസരവാദികൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു അവസരവാദിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിരുന്നു. ആ സമയത്ത് എന്നോട് കുറച്ചു പേര് ചോദിച്ചു, എന്താ ചേച്ചി ഇയാളെ മാത്രം ചെയ്യുന്നുള്ളൂ, അതായത് മറ്റാരല്ല അക്ബർ മാത്രം പറയുന്നുള്ളൂ, ബിന്നിയുടെ വീഡിയോ വെച്ച് കണ്ടില്ലായിരുന്നു എന്ന്. കണ്ടു മക്കളെ, കണ്ടു, പക്ഷെ ചെയ്തില്ല, വെറുതെ വിട്ടേക്കാം എന്ന് കരുതി. പിന്നെയാണ് ഞാൻ ആലോചിച്ചത്, വെറുതെ ഇരിക്കായിരുന്നു, അവിടെ ചൊറിയാൻ വേണ്ടി വരുമ്പോൾ നമ്മളൊരു മാന്തു കൊടുക്കണ്ടേ, എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയതാ ആ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയ തുറക്കുമ്പം സത്യം പറഞ്ഞാൽ മനസ്സിന് ഭാരം കൂടുകയാണ് ആ വാർത്ത കാണുമ്പോൾ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആണ്. ബിഗ് ബോസിൽ പോയിട്ട് വന്നുകൊണ്ട് കുറേ സോഷ്യൽ മീഡിയ അറ്റാക്സും സൈബർ ബുള്ളിങ്ങും കമന്റ്സും വീഡിയോ ഒക്കെ ഞാൻ നേരിടുന്നുണ്ട്. എനിക്ക് മനസ്സിലാവും അതിനെ സംബന്ധിച്ച് പൈസക്കാട്ടിലും വില ഉണ്ടായിരിക്കും പുള്ളിയുടെ അഭിമാനത്തിന്. അതിന് ക്ഷതം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അലിഗേഷൻ, ഒരാൾ വന്നിരുന്നു റീച്ചിന് വേണ്ടിയിട്ട്, ഷിംജിത പേര് പറയാനുള്ള റീച്ച് അല്ലേ, അപ്പൊ ഷിംജിത വന്നിട്ട് റീച്ചിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയത് കൊണ്ട് ഒരാളുടെ ലൈഫ്, കുടുംബത്തിന്റെ തണല് എല്ലാം നഷ്ടപ്പെട്ടത്. ഇത് മനസ്സിലാവുന്ന എനിക്കറിയാം അഭിമാനത്തിന് എത്രമാത്രം വില കൊടുക്കുന്നു എന്നുള്ളവർക്ക് മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷിംജിത മാത്രമല്ല ആ ആളുടെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചെന്ന് ഞാൻ പറയും. ഓൾ മീഡിയാസ് ചോറ് തിന്നിട്ട് കോമൺ സെൻസ് യൂസ് ചെയ്യാൻ പറ്റാത്ത കുറെ മലയാളികൾ, കമന്റോളികൾ. സത്യം പറയാലോ, ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ കൊടുക്കുന്ന തംബ്നെയിൽ അല്ലെങ്കിൽ ആ വീഡിയോയുടെ ഒരു ഭാഗം മാത്രമല്ല സ്റ്റോറി, കുറെ കാര്യങ്ങൾ എഡിറ്റ് ചെയ്തിട്ടും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുമാണ് പലരും വന്ന് പല വീഡിയോസും ചെയ്യുന്നത്. സോ അത് വിശ്വസിക്കരുത്. ദീപക് എന്ന് പറയുന്ന ഒരു പാവ മനുഷ്യന്റെ ആ ഒരു മരണവേദന നമ്മളെല്ലാവരെയും വേദനിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു പാവം പിടിച്ച മനുഷ്യന് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് ലൈഫിൽ എന്നുള്ളത് ഞാൻ അറിയുന്നത്, ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കാണുന്നതും അറിയുന്നതും അദ്ദേഹത്തിന്റെ വേർപാടിന് ശേഷമാണ്. അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അത് റിയാക്ട് ചെയ്തുകൊണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് ആഘോഷിക്കാനൊന്നും ഞാൻ നിന്നില്ല. ഞാൻ മാത്രമല്ല, ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, അവരെല്ലാവരും ഈ മനുഷ്യനെ, ദീപക് എന്ന് പറയുന്ന ഒരു പാവം മനുഷ്യന്റെ വേദനയിൽ പങ്കിട്ടുകൊണ്ട്, അവരുടെ കുടുംബത്തിന്റെ വേദനയെ പങ്കെടുത്തുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതിന് കാരണക്കാരിയായ അവളെ, ആ സ്ത്രീയെ എത്രയും പെട്ടെന്ന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ മൊത്തം ചർച്ചയാക്കി. പല മാധ്യമങ്ങളും, മുൻനിര മാധ്യമങ്ങളൊന്നും തന്നെ ഈ സ്ത്രീയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ യൂട്യൂബേഴ്സ് എല്ലാവരും വെച്ചിട്ടുണ്ടായിരുന്നു. ഇവളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാർത്ത പുറത്ത് നമ്മളെ ഓരോരുത്തരും ഇട്ടിരുന്നത്. ഒരു ദിവസം കഴിഞ്ഞു, മരണം കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് പല മാധ്യമങ്ങളും, മുൻനിരയിലുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ ഈ സ്ത്രീയുടെ, ഷിംജിതയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള വീഡിയോസും എല്ലാ ന്യൂസുകളെല്ലാം പുറത്തു വിട്ടോണ്ടിരുന്നത്. അപ്പോഴും യൂട്യൂബേഴ്സ് എല്ലാവരും ദീപകിന്റെ കൂടെ തന്നെ നിന്നു, ദീപകിന്റെ കുടുംബത്തിന്റെ കൂടെ തന്നെ നിന്നു. എന്നിട്ട് ഇപ്പോഴത്തെ സമൂഹ മാധ്യമങ്ങളിൽ ദീപകിന് സംഭവിച്ചിട്ടുള്ള ഈ ഒരു നാണക്കേടും ഭയന്നിട്ടാണല്ലോ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അതിന് കാരണക്കാരായിട്ടുള്ളത് ഇങ്ങനെയുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മഹതി എത്തിയിരിക്കുകയാണ്. ആ മഹതിയാണ് ബിന്നി മഹതി. മീഡിയാസ് ഉൾപ്പെടെ ഒരു പെണ്ണ് വന്നൊരു വീഡിയോ ഇട്ടപ്പോൾ അതിനെ ഏറ്റെടുത്തു, സോഷ്യൽ മീഡിയക്ക് വിട്ടുകൊടുക്കുക എന്ന് അവൾ പറഞ്ഞു. അതേപോലെ തന്നെ ഏറ്റെടുത്ത് കമന്റ് ഇട്ടവരെല്ലാം ഇതിന് ഉത്തരവാദികളാണ്. കാരണം ആ പുള്ളി 2 ദിവസം കടന്നു പോയിട്ടുള്ള മാനസികാവസ്ഥ അത്രയ്ക്കും ഒരാളെ ആത്മഹത്യയിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഹേർട്ടിങ് ആയിട്ടുണ്ടായിരിക്കും. അത്രയും നിങ്ങളുടെ കമന്റ്സ്, പുള്ളിക്കാരത്തിയുടെ വീഡിയോസ് മാത്രമല്ല, അതിൽ വന്ന ബാക്കി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ ഉൾപ്പെടെ ഒരു കാര്യത്തിന്റെ ജെന്യൂനിറ്റി അറിയാണ്ട്, അത് മനസ്സിലാക്കാണ്ട് കൊടുക്കുന്ന എല്ലാ ന്യൂസ് കൊടുത്ത മീഡിയാസും അവളുമാരും ഇതിന് കാരണക്കാരാണെന്ന് ഞാൻ പറയും. ഷിംജിത ഇട്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഷിംജിതയ്ക്ക് പല രണ്ട് ആംഗിൾ എടുത്തിട്ടാണ് ഷിംജിതയ്ക്ക് ആ ഒരു ടച്ച് കിട്ടിയത്. വീഡിയോ എടുക്കുന്ന പുള്ളി കണ്ടിട്ടും പുള്ളി മൈൻഡാക്കിയില്ല പോലും. പുള്ളി അതിന് മൈൻഡാക്കണം. പുള്ളി ആ രീതിയിൽ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. അതുകൊണ്ടല്ലേ മൈൻഡാക്കാത്തത്. ആ രീതിയിൽ ചിന്തിക്കുന്ന, തെറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ക്യാമറ ഓൺ ആക്കി വെച്ചതിന് ശേഷം അത് കണ്ടിട്ടും ആ തെറ്റ് ആവർത്തിക്കണമെന്നുണ്ടെങ്കിൽ പൊട്ടനാ. ഇതിൽ ബിന്നി എന്ന് പറയുന്ന ആ വ്യക്തി പറയുന്നുണ്ട്, ക്യാമറ ഉള്ളപ്പോൾ ഒരാളും മോശം പ്രവൃത്തി കാണിക്കില്ല. ക്യാമറ ഓൺ ആക്കിക്കൊണ്ട് വീഡിയോ എടുക്കുന്നത് ദീപക് കണ്ടതാണ്. ദീപക് ഒരിക്കലും മോശം പ്രവൃത്തി ചെയ്യില്ല എന്നുള്ളത് ബിന്നിക്ക് അങ്ങനെയായിരിക്കാം മനസ്സിലായിട്ടുണ്ടാവുക. എന്നാൽ എല്ലാവരും അത്തരത്തിലല്ല. ക്യാമറ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മോശ സ്വഭാവം കാണിക്കില്ല എന്നാണ് ബിന്നി അവിടെ പറഞ്ഞു വരുന്നത്. അപ്പൊ വീടിനകത്ത് വെച്ച് മഹതി കാണിച്ചത് റിയൽ സ്വഭാവമായിരുന്നല്ലേ? റിയൽ അങ്ങനെയാണോ സ്വഭാവം? കഷ്ടം തന്നെ. അതെന്തോ ആയിക്കോട്ടെ, പുറത്തിറങ്ങിയിട്ട് എന്താണ് താങ്കൾ കാണിച്ചത്? എഡിറ്റഡ് വീഡിയോസ് എടുത്ത് നിങ്ങൾ ആരും വിശ്വസിക്കില്ല പ്രേക്ഷകരെന്ന്.
താങ്കളും ഒരു എഡിറ്റഡ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അതിന് കണക്കിന് കിട്ടി. പുറത്തിറങ്ങിയിട്ടും വീടിന്റെ അകത്ത് വെച്ചിട്ടും താങ്കൾ കാട്ടിക്കൂട്ടുന്ന ഓരോ വൃത്തികേടും തങ്ങളുടെ സ്വഭാവം തന്നെയാണ്. താങ്കൾക്ക് അത് വൃത്തികേടായിട്ട് തോന്നില്ല, പക്ഷെ തങ്ങളുടെ സ്വഭാവമാണ്. ആ സ്വഭാവമാണ് ഓരോരുത്തരെടുത്ത് വലിച്ചു കീറിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോ ദീപക് എന്ന് പറയുന്ന പാവപ്പെട്ട മനുഷ്യന്റെ അത് നിങ്ങളത് അവസരമാക്കി എടുക്കുകയാണ്. നിങ്ങൾക്ക് നേരിട്ടിട്ടുള്ള ബുള്ളിങ് അത് നിങ്ങളുടെ സ്വഭാവം കൊണ്ട് കിട്ടിയതാണ്. അതിപ്പോ ആ പാവപ്പെട്ട മനുഷ്യനുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യാൻ ഒരു യോഗ്യതയും നിങ്ങൾക്കില്ല. അങ്ങനെ ഒരാൾ ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നു, അക്ബറിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്താണല്ലോ, അതുകൊണ്ട് ഞാനിപ്പോ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഈ കണ്ടന്റ് റീഷെയർ ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കി അരി വാങ്ങിക്കുന്ന കുറെ യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഉണ്ടല്ലോ. ഇതിന് ആദ്യം വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത കുറെ മീഡിയാസ് ഉണ്ടല്ലോ. ഇനി എത്ര ദീപക്മാര് വരും? ഇത് 2 ദിവസം കഴിയുമ്പോൾ കഴിയുമല്ലോ, അടുത്ത കണ്ടന്റ് ആവുമല്ലോ ബാക്കിയുള്ളവർക്ക്. ബിഗ് ബോസ് വീട്ടിലെത്തിയപ്പോ ആദ്യത്തെ ഒരാഴ്ച പമ്മി നിന്നു. ഞാൻ നന്മമാരാണേ, ഞാൻ നല്ലതാണേ എന്നൊക്കെ പറഞ്ഞിട്ട്. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നു കഴിഞ്ഞപ്പോ മനസ്സിലായി, പുറത്ത് പ്രേക്ഷകർക്കിടയിൽ ഞാൻ എത്തിയിട്ടില്ല. ഞാനാണെങ്കിൽ ആ 5-10 ലക്ഷം PR കൊടുത്ത് വന്നിരിക്കുകയാണല്ലോ ഈശ്വര. എന്നിട്ട് എന്റെ പേരൊന്നും ഇല്ല. വോട്ട് PR ബലത്തിൽ 2 ആഴ്ച പിടിച്ച് നിൽക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോ പുള്ളിക്കാരി മൊത്തത്തിൽ അങ്ങോട്ട് മാറി. അതായത് സ്വഭാവം പുറത്തേക്ക് വന്നു, റിയ സ്വഭാവം പുറത്തേക്ക് വന്നു. 72 ക്യാമറകളിലൂടെ കാണുന്നത് നമ്മൾ ഇങ്ങനെ ലൈവില് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കണ്ട കാഴ്ചകളെല്ലാം തന്നെ കാണാത്ത ജനങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ എത്തിച്ചു കൊടുത്തു. അങ്ങനെ ജനങ്ങൾ അവരുടെ അഭിപ്രായം കമന്റ് ബോക്സുകളിലായി രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ മൊത്തത്തില് ഈ മഹതി ചീഞ്ഞു നാറി. അതാണ് പുള്ളിക്കാരി യൂട്യൂബേഴ്സിനെയും അതിന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന കമന്റ് ഇടുന്നവരെ കമന്റോളികൾ എന്ന് പറഞ്ഞു ആക്ഷേപിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത്. താങ്കൾ ഒരു കാര്യം ചെയ്യാം, താങ്കളുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കും. പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് താങ്കൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അതിനെയൊക്കെയാണ് യൂട്യൂബേഴ്സ് വീഡിയോ സഹിതം തെളിവ് സഹിതം എടുത്തിട്ട് പിന്നെ ലൈവ് ഫുൾ എടുത്ത് കാണിക്കാൻ പറ്റുമോ? കട്ട് ചെയ്ത് താങ്കൾ പറയുന്ന കാര്യങ്ങളല്ലേ എടുത്ത് കാണിക്കാൻ പറ്റത്തുള്ളൂ താങ്കളെ കുറിച്ച് പറയുമ്പോൾ. അങ്ങനെ കാണിച്ചു. അങ്ങനെ ജനങ്ങൾക്ക് ഡോക്ടർ ബിന്നി ആരാണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അതിനിപ്പോ ഒരു പാവപ്പെട്ട മനുഷ്യന് സംഭവിച്ചിരിക്കുന്നത് ഉപയോഗിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ്. ഇവരെയൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ എന്താ പറയണ്ടേ? ഇതേപോലെ 2-3 പേരുണ്ടായിരുന്നു ബിഗ് ബോസില്, ഇതേപോലെ നമ്മളെ ചൊറിഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് അവർക്ക് മനസ്സിലായി ഒതുങ്ങി ജീവിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വരുന്നത് ബിൻസിയുടെയും ശൈത്യയുടെ ഒക്കെ കാര്യമാണ്. അവരിപ്പോ മാനമര്യാദക്ക് ജീവിക്കുന്നുണ്ട്. അവരാരെങ്കിലും പിന്നാലെ പോയി ശല്യം ചെയ്യുന്നുണ്ടോ? ഇല്ല. ബിന്നി എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് താങ്കൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ ഇത്രമാത്രം ചീത്തപ്പേരും ബുള്ളിങ്ങും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് താങ്കളുടെ മാത്രം പ്രശ്നമാണ്. ഒരാളുടെ ജീവിതം നശിപ്പിച്ച് ആ ഒരു കുടുംബത്തിനെ വഴിയാധാരാക്കിയിട്ട് റീച്ച് അവളുമാരോടും എനിക്ക് പറയാനുള്ളത്, ഈ കണ്ടന്റ് റീഷെയർ ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കി അരി വാങ്ങിക്കുന്ന കുറെ യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഉണ്ടല്ലോ. ഇതിന് ആദ്യം വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത കുറെ മീഡിയാസ് ഉണ്ടല്ലോ. ഇനി എത്ര ദീപക്മാര് വരും? ഇത് 2 ദിവസം കഴിയുമ്പോൾ കഴിയുമല്ലോ, അടുത്ത കണ്ടന്റ് ആവുമല്ലോ ബാക്കിയുള്ളവർക്ക്. ഇത് 2 ദിവസം കഴിയുമ്പോൾ കഴിഞ്ഞു, അടുത്ത കണ്ടന്റ് ആയി. പിന്നെ ആരുടെയും നെഞ്ചത്ത് പോയി ആരെയും ആത്മഹത്യ ചെയ്യുന്നത് വരെ ഇതിങ്ങനെ തുടർന്നു പോകും. അല്ലാതെ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ അലിഗേഷൻസ് പറയുന്ന പെണ്ണായാലും ആണായാലും സോഷ്യൽ മീഡിയയിൽ വരുമ്പം നിങ്ങൾ കാണുന്ന വ്യൂവേഴ്സ് കുറച്ച് ബുദ്ധിയും ബോധവും യൂസ് ചെയ്തിട്ട് എന്റെ 2 ഭാഗവും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരാൾ പറയുന്ന കേട്ട ഉടനെ അതിന് റിയാക്ട് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുക, ജെന്യുവൻ കേസ് ആണോ എന്ന് മനസ്സിലാക്കുക. ദീപക് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആ മനുഷ്യന്റെ വേർപാടിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ഒരു വാർത്ത അറിയുന്നത്. വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഷോക്കാണ്, വിഷമമുണ്ട്. വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ ദീപകിനെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതും ഷിഞ്ചിത എന്ന് പറയുന്ന സ്ത്രീ, അവൾക്ക് മാക്സിമം ശിക്ഷ കിട്ടണം എന്ന് മനസ്സറിഞ്ഞ് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതുപോലെ മറ്റൊരാളുടെ ജീവിതം വെച്ച് ഇത്തരത്തിൽ കളിക്കുന്നവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടിയേ മതിയാവും. അത് തന്നെയാണ് ഓരോ യൂട്യൂബേഴ്സും എടുത്ത് ചെയ്യുന്നതും. അവൾക്കുള്ള ശിക്ഷ കിട്ടണം എന്നുള്ളത്. എന്നാൽ ഇവളൊക്കെ എന്താ ചെയ്യുന്നത്? ഇവളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് ഇവളൊക്കെ കിട്ടിയിരിക്കുന്ന ചീത്തപ്പേരുണ്ടല്ലോ, അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യന്റെ ഈ ഒരു ഇത് അവസരമാക്കി എടുത്ത് ഇവളൊക്കെ എന്താ ചെയ്യണ്ടേ? മുക്കാലിലടിക്കണ്ടേ ഇവളൊക്കെ? ബിഗ് ബോസ് വീട്ടിൽ വെച്ച ചില ചീത്തപ്പേരുകൾ അവർക്ക് കിട്ടി. ഒരു കാര്യം മനസ്സിലാക്കാം, നിങ്ങൾ ചീത്തപ്പേര് കിട്ടിയത് നിങ്ങളുടെ സ്വഭാവം കൊണ്ടാണ്, നിങ്ങളുടെ കയ്യിലിരിപ്പോണ്ടാണ്. ഞങ്ങളും ഇത് ക്യാമറയിൽ കണ്ടോണ്ടിരിക്കുകയാണ്. ക്യാമറയിൽ കണ്ടിട്ട് നമുക്ക് മനസ്സിലാകും. ഇതേ സമയം ദീപക് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ സ്ത്രീയെ തന്നെ നമ്മൾ കുറ്റപ്പെടുത്തി വരുള്ളായിരുന്നു. അപ്സയുടെ കാര്യം മറന്നുപോയോ? അപ്സ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ, ഒരു പ്രായമായിട്ടുള്ള ഒരു മനുഷ്യന്റെ അടുത്ത് നിന്നിട്ട് ടച്ച് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട്. ഇതേ മനോഭാവത്തോടു കൂടി തന്നെയാണ് അവളും ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ആരൊക്കെയാണ് അപ്സയുടെ കൂടെ നിന്നത്? നമ്മൾ ആരെങ്കിലും നിന്നോ? ഏതെങ്കിലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആരെങ്കിലും നിന്നിട്ടുണ്ടോ അപ്സയുടെ കൂടെ? എന്തേ മോളതൊന്നും കണ്ടില്ലേ? എന്ത് പറ്റി കാണാതിരുന്നത്? അതെന്താണെന്ന് അറിയോ? താങ്കൾ ചെക്ക് ചെയ്യുന്നതിന്റെ പ്രശ്നമാണ്. താങ്കൾ ഈ നെഗറ്റീവ്സ് മാത്രം ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത്ര ഫീഡ്സിൽ വരത്തുള്ളൂ. നിങ്ങളൊക്കെ
സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെ ഒന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെക്കാൾ മോശമാണ് നിങ്ങൾ. സ്വന്തം ജീവിതത്തിലാണ് നിങ്ങൾ ഇപ്പൊ വന്നിട്ട് ഈ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നത്. മറ്റേത് ഗെയിമാണ്, കുറെ ചീത്തപ്പേരുകൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്, അത് അവിടെ നിന്നേന്റെയാണ്. ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വിട്ട് കളഞ്ഞൊരു സംഭവമാണ്. പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ അങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഗെയിം അല്ല, നിങ്ങളുടെ റിയൽ ക്യാരക്ടറാണ്, നിങ്ങളുടെ റിയൽ സ്വഭാവമാണ് നിങ്ങളത് പുറത്ത് കാണിച്ചോണ്ട് വന്നത് അല്ലേ. സ്വന്തം ജീവിതത്തിൽ ഇറങ്ങി വന്നിട്ടും ഇങ്ങനത്തെ ഒരു ഡേർട്ടി ഗെയിം കളിക്കാൻ എങ്ങനെ തോന്നുന്നു? കനത്തി കിട്ടിയിട്ടുണ്ട്, അറിയാം, കനത്തി കിട്ടിയതെല്ലാം തന്നെ നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. എന്നിട്ട് ഇപ്പോ പാവം പിടിച്ചൊരു മനുഷ്യന്റെ വേർപാട് ഒരു അവസരമാക്കി കണ്ട് സൈബർ ബുള്ളിങ് നേരിടുന്നവർ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു നിങ്ങൾക്കറിയോ എന്ന് പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ്. ആ ഒരു പാവം പിടിച്ച മനുഷ്യൻ 100%, 110% ഒരു പാവം മനുഷ്യനാണ്. അതുപോലെ ആയിരുന്നോ നിങ്ങള്? നിങ്ങൾ ആ 72 ക്യാമറയുടെ മുന്നിലും എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? അത് പോട്ടെ, അത് ഗെയിമാണ്. പുറത്തിറങ്ങിയിട്ട് എന്താ കാട്ടിക്കൂട്ടുന്നേ? അതെല്ലാം പോട്ടെ, ഇപ്പൊ നിങ്ങൾ എന്താ കാട്ടിക്കൂട്ടുന്നേ? ആ മനുഷ്യന്റെ വേർപാട് ആ കുടുംബത്തിന്റെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു അവസരമാക്കി കണ്ട് മറ്റുള്ളവർ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ചീത്തപ്പേരിനെ നിങ്ങളുടെ കയ്യിലിരിപ്പോണ്ട് കനത്തി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക്. ആ കിട്ടിയ അതിന് ഒരു റിവഞ്ച് പോലെ എടുത്തിട്ട് നിങ്ങൾ ആരോടാണ് ഈ പറയുന്നത്? എനിക്ക് പിന്നീട് ഒന്നേ പറയാനുള്ളൂ, സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ കയ്യിലിരിപ്പിനാണ്. പാവം പിടിച്ച ആ മനുഷ്യനെ വെച്ച് ഇനി കളിക്കല്ലേ.